നമസ്കാരം, പീസ് ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. എല്ലാ സുഹൃത്തുക്കളും അപ്ലൈ ചെയ്തു എന്ന് കരുതുന്നു. കോഴ്സിന്റെ പേരാണ് കമ്പനി ബോർഡ് LGS സൂപ്പർ ബൂസ്റ്റർ ക്വിക്ക് റിവിഷൻ ക്ലാസ്. PSC സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരുപാട് ടോപ്പിക്കുകൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോവുകയാണ് ഈ സൂപ്പർ ബൂസ്റ്റർ ക്ലാസ്സിലൂടെ. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾ എത്തുന്നതിന് അത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിന്റെ പേര് സുഹൃത്തുക്കൾ മറക്കാതിരിക്കുക. കമ്പനി ബോർഡ് LGS സൂപ്പർ ബൂസ്റ്റർ ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ് നമ്മുടേത്. അപ്പോൾ ഇന്ന് ഏത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പഠിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹത്തിന്റെ ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആഘോഷിക്കുന്നത് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹത്തിന്റെയാണ്. അപ്പൊ നമുക്ക് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നോക്കാം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് മാസം 30ാം തീയതി. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം എത്രയാ? 1924 മാർച്ച് മാസം 30ാം തീയതി. സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കര്. ഇങ്ങനെ 3 പേരായിരുന്നു. സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയായിരുന്നു? കുഞ്ഞാപ്പി, ബാഹുലേയൻ, അതുപോലെ ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ എന്നറിയപ്പെടുന്നത് TK മാധവൻ, KP കേശവമേനോനുമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ചോദിച്ചാൽ 2 വ്യക്തിത്വങ്ങളാണ്. ആരൊക്കെയാ? TK മാധവനും KP കേശവമേനോനുമായിരുന്നു. എന്നാൽ PSC ഇടയ്ക്ക് വെച്ച് മറ്റു നേതാക്കളെയും ചോദിച്ചിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ. അവരാരൊക്കെയാ? CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള, കൂരൂർ നീലകണ്ഠ പിള്ള. ഇത്രയും പേരുടെ പേരൂടെ നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ TK മാധവനും KP കേശവമേനോനുമായിരുന്നു. എന്നാൽ മറ്റു നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ CV കുഞ്ഞിരാമനുണ്ട്, K കേളപ്പനുണ്ട്, മന്നത്ത് പത്മനാഭനുണ്ട്, ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയുണ്ട്, അതുപോലെ തന്നെ കൂരൂർ നീലകണ്ഠ പിള്ളയുമുണ്ട്. ഇത്രയും വ്യക്തിത്വങ്ങളുടെ പേരൂടെ സുഹൃത്തുക്കളെ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ തെറ്റായിട്ടുള്ള പോയിന്റ് ഒന്ന് ശരിയാക്കി പഠിക്കാൻ പോവുകയാണ്. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയില് ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്നറിയപ്പെടുന്നത് ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് വെറുതെ ഒരു ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി മാത്രം നടന്ന സത്യാഗ്രഹമാണോ? അല്ല. നമ്മുടെ കേരളത്തിൽ അത് നിലനിന്നിരുന്ന ഐത്തത്തിനെതിരെ നടന്ന സത്യാഗ്രഹമായിരുന്നു എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാ? അത് വൈക്കം സത്യാഗ്രഹമാണ്. പഠിക്കുക. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. പലരും തെറ്റിക്കുന്ന പോയിന്റ് ആണ്. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിഭായി ആയിരുന്നു. തെറ്റരുത്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാ സുഹൃത്തുക്കളെ? റാണി സേതു ലക്ഷ്മിഭായി ആയിരുന്നു. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ, പഠിച്ചോളനെ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണജാഥ സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഐത്തത്തിനെതിരായി TK മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം കാക്കിനട സമ്മേളനം. ഐത്തത്തിനെതിരായിട്ട് TK മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? അത് കാക്കിനട സമ്മേളനമായിരുന്നു. ഇതുകൂടെ സുഹൃത്തുക്കളൊന്ന് പഠിച്ചു വെക്കുക. അതായത് നമുക്ക് നോക്കുവാനുള്ളതാണ് കയ്യൂർ സമരം. ഏതാണ്? കയ്യൂർ സമരം. കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കയ്യൂർ സമരം. കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്വത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന ജില്ല കാസർഗോഡ് ജില്ല. കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. കയ്യൂർ സമരത്തിന്റെ 75ാം വാർഷികം ആഘോഷിച്ചത് 2016. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എടുത്ത് പഠിച്ചോളണേ. കയ്യൂർ സമരത്തിന്റെ 75ാം വാർഷികം ആഘോഷിച്ചത് 2016.
ആറിലാണ് കയ്യൂർ സ്ഥിതി ചെയ്യുന്ന നദീതീരം തേജസ്വിനി നദി അല്ലെങ്കിൽ കരിക്കോട് നദി. ഓർത്തോളണേ, കയ്യൂർ സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാല് തേജസ്വിനി നദി അല്ലെങ്കിൽ നമുക്ക് പറയാം കരിങ്കോട് നദി എന്ന് ഓർക്കുക. കയ്യൂർ സ്ഥിതി ചെയ്യുന്ന നദീതീരം എവിടെയാണ്? ഒന്നിൽ തേജസ്വിനി നദി, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തെന്ന് പറയാം? കരിങ്കോട് നദി എന്ന് പറയാം. സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാണ് സുബ്ബരായൻ. ഓർക്കുക, സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ ഭയന്നുകൊണ്ട് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരൻ ആരായിരുന്നു? കയ്യൂർ സമരകാലത്ത് സുബ്ബരായർ ആയിരുന്നു. ഓർക്കുക, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആരാണ്? നിരഞ്ജനയാണ്. കയ്യൂരും കരിവള്ളൂരും എന്ന കൃതി രചിച്ചത് AV കുഞ്ഞമ്പു. ഇതും പ്രീവിയസ് ആയി ചോദിച്ചതാണ്. കയ്യൂരും കരിവള്ളൂരും എന്ന കൃതി രചിച്ചത് AV കുഞ്ഞമ്പു ആണ്. കയ്യൂർ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് AV കുഞ്ഞമ്പു. കയ്യൂർ സമര ചരിത്രം എന്ന കൃതി രചിച്ചത് ആരാ? AV കുഞ്ഞമ്പു ആണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണ്? മീനമാസത്തിലെ സൂര്യനാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി EK നയനാരാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? EK നയനാരായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഉത്തരം ഇറയിളി എന്നാണ്. ഓർത്തോളനെ, തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഇറയിളി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി നമുക്ക് തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട നികുതികളെ പറ്റിയാണ് നോക്കാനുള്ളത്. ഇനി അതായിരിക്കും PSC ചോദിക്കാൻ പോകുന്നത്. തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട നികുതികൾ. കുടിവരി. സർക്കാർ ഭൂമിയിൽ നിന്നും മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ ഭൂമിയുടെ ഉടമയ്ക്ക് ലഭിച്ചിരുന്ന തുകയെ അറിയപ്പെട്ടിരുന്ന പേരാണ് കുടിവരി എന്ന്. അപ്പോൾ എന്താ കുടിവരി എന്ന് പറഞ്ഞാല്? സർക്കാർ ഭൂമിയിൽ നിന്നും മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ ഭൂമിയുടെ ഉടമയ്ക്ക് ലഭിച്ചിരുന്ന തുകയാണ് കുടിവരി. കോട്ടപ്പണം. നെൽകൃഷി ചെയ്യുന്ന ഭൂമിയിൽ നിന്നും യുദ്ധകാലത്ത് കോട്ടകളും പ്രതിരോധ മതിലുകളും പരിപാലിക്കുന്നതിനായി അപൂർവമായി ഈടാക്കിയിരുന്ന ഒരു തരം സൈനിക നികുതിയായിരുന്നു കോട്ടപ്പണം എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ എന്താ കോട്ടപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? നെൽകൃഷി ചെയ്യുന്ന ഭൂമിയിലെ യുദ്ധകാലത്ത് കോട്ടകളും പ്രതിരോധ മതിലുകളും പരിപാലിക്കുന്നതിനായി അപൂർവമായി ഈടാക്കിയിരുന്ന ഒരു തരം സൈനിക നികുതിയായിരുന്നു കോട്ടപ്പണം. മേൽവാരം. സാധാരണ സർക്കാർ നികുതി കൂടാതെ നെൽവയലുകളിൽ നിന്നും ഈടാക്കിയിരുന്ന അധിക നികുതിയായിരുന്നു മേൽവാരം എന്നറിയപ്പെട്ടിരുന്നത്. എന്താ മേൽവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സാധാരണ സർക്കാർ നികുതി കൂടാതെ നെൽവയലുകളിൽ നിന്നും ഈടാക്കിയിരുന്ന ഒരു അധിക നികുതിയായിരുന്നു മേൽവാരം. പാടുവലം. ഭൂനികുതി കുടിശ്ശികയെ ഏകീകരിച്ച് ഉണ്ടാക്കിയിരുന്ന ഒരു തരം കടപ്പത്രം അറിയപ്പെട്ടിരുന്ന പേരാണ് പാടുവലം എന്ന്. അപ്പൊ എന്താ പാടുവലം എന്ന് പറഞ്ഞാല്? ഭൂനികുതി കുടിശ്ശികയെ ഏകീകരിച്ചുണ്ടാക്കിയിരുന്ന ഒരു തരം കടപ്പത്രമായിരുന്നു പാടുവലം. നികുതി കുടിശ്ശികയ്ക്ക് വേണ്ടി ഭൂമി ലേലം ചെയ്യാതിരിക്കുവാനാണ് പാടുവലം കൊണ്ടുവന്നത്. ഓർക്കണം, നികുതി കുടിശ്ശികയ്ക്ക് വേണ്ടി ഭൂമി ലേലം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുപയോഗിച്ചുകൊണ്ടിരുന്നത്? പാടുവലം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. രാജകര ഉപതി. രാജാവിന്റെ ഉദ്യോഗസ്ഥർക്ക് നൽകേണ്ടിയിരുന്ന ഒരു തരം നികുതിയായിരുന്നു രാജകര ഉപതി നികുതി എന്ന് പറയുന്നത്. അപ്പോൾ രാജകര ഉപതി എന്താണെന്ന് ചോദിച്ചാല് രാജാവിന്റെ ഉദ്യോഗസ്ഥർ നൽകേണ്ടിയിരുന്ന ഒരു നികുതിയായിരുന്നു രാജകര ഉപതി എന്ന് പറയുന്നത്. പിറന്നാൾ വീര വകൈ. രാജകീയ ജന്മദിനം ആഘോഷിക്കാൻ ഭൂമിയിൽ നിന്ന് പിരിച്ചെടുത്തിരുന്ന ചെറിയ നികുതി അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു പിറന്നാൾ വീര വകൈ എന്ന് പറയുന്നത്. പിറന്നാൾ വീര വകൈ എന്ന് പറഞ്ഞാല് രാജകീയ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ഭൂമിയിൽ നിന്ന് പിരിച്ചെടുത്തിരുന്ന ചെറിയ നികുതി അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്? പിറന്നാൾ വീര വകൈ എന്നുള്ളത്. അടുത്ത നികുതിയാണ് വയ്യാവരി. ഈഴവരിൽ നിന്നും നാടാന്മാരിൽ നിന്നും പിരിച്ചെടുത്തിരുന്ന ഒരു തരം നികുതിയായിരുന്നു വയ്യാവരി എന്നുള്ളത്. തിരുവിതാംകൂറിൽ നേരെ ടിപ്പു സുൽത്താന്റെ ആക്രമണം ഉണ്ടായപ്പോൾ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ ഓരോരുത്തരിൽ നിന്നും 1 രൂപ വീതം പിരിച്ചിരുന്നു.
ഇമ്പോർട്ടന്റ് ആണ്. വയ്യാവരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഴവരിൽ നിന്നും നാടാന്മാരിൽ നിന്നും പിരിച്ചെടുത്തിരുന്ന ഒരു തരം നികുതിയായിരുന്നു വയ്യാവരി. എന്തിനാ ഈ വയ്യാവരി പിരിച്ചിരുന്നതെന്ന് ചോദിച്ചാല് തിരുവിതാംകൂറിന് നേരെ ടിപ്പു സുൽത്താന്റെ ആക്രമണം ഉണ്ടായപ്പോൾ ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി നേരിടാനായിട്ട് ഓരോരുത്തരിൽ നിന്നും 1 രൂപ വെച്ച് പിരിച്ചിരുന്നു. മാനെ മെയ്പ്പാൻ കൊല്ലും ഇറൈ. അടുത്ത നികുതി എന്തായിരുന്നു? മാനെ മെയ്പ്പാൻ കൊല്ലും ഇറൈ. വീടിന്റെ മേൽക്കൂര മാറ്റുന്നതിന് പിരിച്ചെടുത്തിരുന്ന നികുതി അറിയപ്പെട്ടിരുന്ന പേരാണ് മാനെ മെയ്പ്പാൻ കൊല്ലും ഇറൈ. അപ്പോ മാനെ മെയ്പ്പാൻ കൊല്ലും ഇറൈ എന്ന് പറഞ്ഞാല് വീടിന്റെ മേൽക്കൂര മാറ്റുന്നതിന് പിടിച്ചെടുത്തിരുന്ന നികുതിയായിരുന്നു. മലവരി നികുതി. മലകളിൽ താമസിക്കുന്നവരിൽ നിന്നും ചുമത്തിയിരുന്ന നികുതിയാണ് മലവരി നികുതി. അപ്പൊ മലവരി നികുതി എന്താണ്? മലകളിൽ താമസിക്കുന്നവരിൽ നിന്നും പിരിച്ചെടുത്തിരുന്ന അല്ലെങ്കിൽ അവർക്ക് ചുമത്തിയിരുന്ന നികുതിയായിരുന്നു മലവരി നികുതി എന്ന് പറയുന്നത്. തലക്കൂർ നികുതി. തലയിൽ കെട്ടുധരിക്കുന്നതിന് പിരിച്ചെടുത്തിരുന്ന നികുതിയാണ് തലക്കൂർ നികുതി എന്നറിയപ്പെടുന്നത്. എന്താ തലക്കൂർ നികുതി എന്ന് പറഞ്ഞാൽ? തലയിൽ കെട്ടുധരിച്ചിരിക്കുന്നവർക്ക് പിരിച്ചെടുത്തിരുന്ന നികുതിയായിരുന്നു തലക്കൂർ നികുതി. കുപ്പക്കച്ച നികുതി. താഴ്ന്ന ജാതിക്കാർ താമസിക്കുന്ന കുടിലുകൾക്ക് ഒരു പണം നികുതിയായി ചുമത്തിയിരുന്നു. ഇതാണ് കുപ്പക്കച്ച നികുതി എന്നറിയപ്പെട്ടിരുന്നത്. എന്താ കുപ്പക്കച്ച നികുതി എന്ന് പറഞ്ഞാല്? താഴ്ന്ന ജാതിക്കാർ താമസിക്കുന്ന കുടിലുകൾക്ക് ഒരു പണം നികുതിയായി ചുമത്തിയിരുന്നു. ഇതറിയപ്പെട്ടിരുന്ന പേരാണ് കുപ്പക്കച്ച നികുതി എന്ന്. അടിയറ നികുതി. അനന്തരാവകാശമായി ലഭിക്കുന്ന സ്വത്തിന്റെ മുഴുവൻ സ്വത്തിന്റെയും 1/4 ഭാഗം നികുതിയായി ചുമത്തണമായിരുന്നു. ഇതാണ് അടിയറ നികുതി എന്നറിയപ്പെട്ടിരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. എന്താ അടിയറ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അനന്തരാവകാശമായി ലഭിക്കുന്ന സ്വത്തിന്റെ മുഴുവൻ സ്വത്തിന്റെയും എത്രയാണ്? 1/4 ഭാഗം ആർക്ക് നൽകണമായിരുന്നു? രാജാവിന് നൽകണമായിരുന്നു. ഈ നികുതി അറിയപ്പെടുന്ന പേരാണ് അടിയറ നികുതി എന്ന്. നടവുകാർ നികുതി. പുതിയ കൃഷിത്തോട്ടങ്ങൾക്ക് മേലെ ചുമത്തുന്ന നികുതിയായിരുന്നു നടവുകാർ നികുതി എന്നറിയപ്പെട്ടിരുന്നത്. എന്താ നടവുകാർ നികുതി എന്ന് പറഞ്ഞാല്? പുതിയ കൃഷിത്തോട്ടങ്ങൾക്ക് മേൽ കൊണ്ടുവന്നിരുന്ന നികുതിയാണ് എന്ത് പേരിൽ അറിയപ്പെട്ടത്? നടവുകാർ നികുതി എന്ന് അറിയപ്പെട്ടത്. തൊഴുപരി. കാലിക്കൂട്ടങ്ങൾക്ക് ചുമത്തിയിരുന്ന നികുതിയായിരുന്നു തൊഴുപരി എന്നറിയപ്പെട്ടിരുന്നത്. കാലിക്കൂട്ടങ്ങൾക്ക് വേണ്ടി ചുമത്തിയിരുന്ന നികുതി എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? തൊഴുപരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് കന്നുകാലികളുടെ എണ്ണത്തെയാണ് ആശ്രയിച്ചിരുന്നത്. അപ്പോൾ തൊഴുപരി എന്ന് പറയുന്ന നികുതി എന്തിനെ ആശ്രയിച്ചിരുന്നത്? കന്നുകാലികളുടെ എണ്ണത്തെ ആശ്രയിച്ചാണ് ഇരുന്നത്. വേലവെടുപ്പ് നികുതി. വിളവെടുപ്പിനാണ് ഈ നികുതി ചുമത്തിയിരുന്നത്. അതായത് ഒരു പ്രദേശത്ത് നിന്ന് നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ നികുതി നൽകണമായിരുന്നു. ആ നികുതി അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? വേലവെടുപ്പ് നികുതി. എന്താണ് വേലവെടുപ്പ് നികുതി? പിറപ്പ് വരി. താഴ്ന്ന ജാതി വീടുകളിൽ ഓരോ ജനത്തിനും ഏർപ്പെടുത്തിയിരുന്ന നികുതി അറിയപ്പെട്ടിരുന്ന പേരാണ് പിറപ്പ് വരി നികുതി എന്നുള്ളത്. താഴ്ന്ന ജാതി വീടുകളിൽ ഓരോ ജനത്തിനും ഏർപ്പെടുത്തിയിരുന്ന നികുതി എന്തായിരുന്നു? പിറപ്പ് വരി നികുതി. പടനി വരി. കള്ളിന് ചുമത്തിയിരുന്ന നികുതി അറിയപ്പെടുന്ന പേരാണ് പടനി വരി. ഓർത്തോളനെ, കള്ളിന് ചുമത്തിയിരുന്ന നികുതി അറിയപ്പെടുന്ന പേരെന്താണ്? പടനി വരി എന്ന്. നാട്ടുവരി. ഗ്രാമത്തിലുള്ള വ്യക്തികൾ നൽകേണ്ടിയിരുന്ന നികുതി അറിയപ്പെടുന്ന പേരാണ് നാട്ടുവരി എന്ന്. അപ്പോൾ ഒരു ഗ്രാമത്തിലുള്ള വ്യക്തികൾ എല്ലാം നൽകേണ്ട നികുതി എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? നാട്ടുവരി എന്ന്. എട്ടുവരി അല്ലെങ്കിൽ ഓലവരി. പനയോലകൾക്ക് ചുമത്തിയിരുന്ന നികുതി അറിയപ്പെടുന്ന പേരാണ് എട്ടുവരി അല്ലെങ്കിൽ ഓലവരി നികുതി എന്ന്. എട്ടുവരി അല്ലെങ്കിൽ ഓലവരി നികുതി എന്ന് പറഞ്ഞാൽ എന്താ? പനയോലകൾക്ക് ചുമത്തിയിരുന്ന നികുതിയായിരുന്നു എട്ടുവരി അല്ലെങ്കിൽ ഓലവരി നികുതി. ഇറപ്പുവരി. മരണത്തിന് നൽകിയിരുന്ന നികുതിയായിരുന്നു ഇറപ്പുവരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പടവാരം. കുതിരപ്പടയ്ക്കും അതുപോലെ മറ്റു റെജിമെന്റുകൾക്കും നൽകിയിരുന്ന നികുതിയാണ് പടവാരം എന്നറിയപ്പെട്ടിരുന്നത്. അതായത് സാധാരണ ജനങ്ങള് കുതിരപ്പടയ്ക്കും അതുപോലെ മറ്റു റെജിമെന്റുകളുടെ പ്രവർത്തനത്തിനും വേണ്ടിയിട്ട് സർക്കാരിലേക്ക് നികുതി പണം അടയ്ക്കണമായിരുന്നു. ഇതറിയപ്പെട്ടിരുന്ന പേരെന്താ? പടവാരം എന്ന്. പൊൻവരി. സ്വർണത്തിന് നൽകേണ്ടിയിരുന്ന നികുതി അറിയപ്പെടുന്ന പേരാണ് പൊൻവരി. ഓർത്തോളനെ, സ്വർണത്തിന് മേൽ നൽകിയിരുന്ന പ്രത്യേക നികുതി അറിയപ്പെടുന്ന പേരെന്താണ്? പൊൻവരി എന്ന്. ആറ്റുവരി. നദികളിലെ ജലം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെന്ത് നൽകണമായിരുന്നു? നമ്മൾ ടാക്സ് നൽകണമായിരുന്നു അല്ലെങ്കിൽ നികുതി നൽകണമായിരുന്നു. ഇതിനെയാണ് ആറ്റുവരി എന്നറിയപ്പെട്ടിരുന്നത്. ഓർക്കണം, നദികളിലെ ജലം നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നികുതി അടയ്ക്കണമായിരുന്നു. ഇതിനെയാണ് ആറ്റുവരി എന്നറിയപ്പെടുന്നത്. ഊഴിയാവാരി. അടിമപ്പണിക്ക് നൽകേണ്ടിയിരുന്ന നികുതി അറിയപ്പെടുന്ന പേരാണ് ഊഴിയവാരി എന്നുള്ള നികുതി. ഇത് ഓൾറെഡി PSC ചോദിച്ചിട്ടുണ്ട്. അടിമപ്പണി ചെയ്യുന്നവർക്ക് നൽകേണ്ടിയിരുന്ന നികുതി എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഊഴിയവാരി എന്നാണ്.
കറുപ്പ് കട്ടിവാരി. ശർക്കരയ്ക്ക് നൽകേണ്ടിയിരുന്ന നികുതി അറിയപ്പെടുന്ന പേരാണ് കറുപ്പ് കട്ടിവാരി. ഓർക്കണം, കറുപ്പ് കട്ടിവാരി നികുതി എന്തിനാ ഏർപ്പെടുത്തിയിരുന്നത്? ശർക്കര വിപണനം ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നൽകിയിരുന്ന നികുതിയായിരുന്നു കറുപ്പ് കട്ടിവാരി. ഇലവാനിയപ്പട്ടം നികുതി, ഇത് നൽകിയിരുന്നത് വാഴയിലയ്ക്കായിരുന്നു. ഓർത്തോളണം, ഇലവാനിയപ്പട്ടം നികുതി എന്തിനാ നൽകിയിരുന്നത്? വാഴയിലയ്ക്ക് നൽകിയിരുന്ന നികുതിയായിരുന്നു ഇലവാനിയപ്പട്ടം നികുതി. താരക്കുകൂലി, മധ്യസ്ഥതയ്ക്ക് വേണ്ടി നൽകേണ്ടി വന്നിരുന്ന നികുതി അറിയപ്പെട്ടിരുന്ന പേരാണ് താരക്കുകൂലി എന്ന്. താരക്കുകൂലി എന്ന് പറഞ്ഞാൽ എന്താണ്? മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ നികുതി അടക്കേണ്ടി വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് താരക്കുകൂലി എന്ന്. കൂട്ടുവാരി, കൊട്ടകൾ നിർമ്മിക്കുന്നവർ നൽകിയിരുന്ന പ്രത്യേകതരം നികുതി അറിയപ്പെട്ടിരുന്ന പേരാണ് കൂട്ടുവരി നികുതി എന്നുള്ളത്. അപ്പോ എന്താ കൂട്ടുവരി നികുതി എന്ന് പറഞ്ഞാൽ? കൊട്ടകൾ നിർമ്മിക്കുന്നവർ നൽകേണ്ടിയിരുന്ന പ്രത്യേക നികുതിയായിരുന്നു എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? കൂട്ടുവാരി നികുതി എന്ന പേരില് അറിയപ്പെട്ടിരുന്നത്. തറപ്പട്ടം നികുതി, കൃഷി ചെയ്യാത്ത ഭൂമികൾക്ക് 1-2 പറ നെല്ല് നികുതിയായി നൽകണമായിരുന്നു. ഇതിനെയാണ് തറപ്പട്ടം നികുതി എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ എന്താ തറപ്പട്ടം നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃഷി ചെയ്യാത്ത ഭൂമികൾക്ക് 1-2 പറ നെല്ല് രാജാവിന് നികുതിയായി നൽകണമായിരുന്നു. ഇതിനെ അറിയപ്പെട്ടിരുന്ന പേരാണ് തറപ്പട്ടം നികുതി എന്ന്. ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മലബാർ ആയിരുന്നു. കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതായിരുന്നു? ഓപ്ഷൻ ഡി, മലബാർ ആയിരുന്നു. ആദ്യമായി ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് പറയാം. ബ്രിട്ടീഷുകാരും കേരളവും തമ്മിൽ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ഡിസംബർ മാസം 31-ാം തീയതി. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഠിക്കുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ഡിസംബർ മാസം 31-ാം തീയതി ആയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവട സംഘടനയായിരുന്നു മെർച്ചന്റ് അഡ്വഞ്ചറീസ്. പഠിക്കുക, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവട സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് മെർച്ചന്റ് അഡ്വഞ്ചറീസ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം സൂററ്റ് ആണ്. ഇന്ത്യയില് ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം ചോദിച്ചാൽ അത് സൂററ്റ് ആണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കേരളവും തമ്മിലുള്ള ബന്ധമാണ് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കേരളവും തമ്മിലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ കേരളത്തിലേക്ക് അവരുടെ വരവാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലെത്തിയ വർഷം 1615. അപ്പോൾ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഡിസംബർ 31 അല്ലെ രൂപീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക് എത്തുന്നത്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാലകൾ സ്ഥാപിച്ചത് വിഴിഞ്ഞത്തായിരുന്നു. അതായത് കുരുമുളകിന്റെയും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളുടെയൊക്കെ സംഭരണാർത്ഥം ആരംഭിക്കുന്നതാണ് ഈ പണ്ടകശാലകൾ എന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാര് കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞത്താണ്. കേരളത്തിൽ ആദ്യമായി ഒരു കോട്ട ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുന്നത് അഞ്ചുതെങ്ങിലാണ്. ഇതിനെ അഞ്ചുതെങ്ങ് കോട്ട എന്നറിയപ്പെടുന്നു. അഞ്ചുതെങ്ങ് കോട്ട സ്ഥാപിച്ച വർഷം 1695. ഇങ്ങനെ തന്നെ പഠിച്ചോളേ. കേരളത്തിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ സമീപമുള്ള അഞ്ചുതെങ്ങ് എന്നുള്ള പ്രദേശത്താണ്. അതുപോലെ തന്നെ 1695 അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാര് സ്ഥാപിക്കുന്നത്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലെത്തിയ വർഷം 1615. ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞത്താണ്. എന്താണ് പണ്ടകശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധ വ്യഞ്ജനങ്ങളും മറ്റും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം. അതിനെയാണ് പണ്ടകശാല എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. കേരളത്തിലെ ആദ്യമായ ഒരു കോട്ട ബ്രിട്ടീഷുകാർ എവിടെയാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങിലാണ്. ഈ കോട്ട അഞ്ചുതെങ്ങ് കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നു. അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ച വർഷം 1695. പഠിക്കുക. ഇനിയാണ് നമുക്ക് പഠിക്കുവാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, അല്ലെങ്കിൽ PSC സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാരും അവർ കേരളത്തിൽ ഉണ്ടാക്കിയ ചൂഷണവും, ബ്രിട്ടീഷുകാരും അവർ കേരളത്തിൽ നടത്തിയ ചൂഷണവുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്.
കേരളത്തിൽ കച്ചവട ആവശ്യങ്ങൾക്കെത്തിയ ബ്രിട്ടീഷുകാർ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ മേഖലകളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. കേരളത്തിൽ കച്ചവട ആവശ്യങ്ങൾക്കെത്തിയ ബ്രിട്ടീഷുകാര് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ മേഖലകളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥയിലും നിയമവ്യവസ്ഥയിലും ബ്രിട്ടീഷുകാർ ഇടപെട്ടു. കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥയിലും നിയമവ്യവസ്ഥയിലും ബ്രിട്ടീഷുകാർ ഇടപെട്ടു. കേരളത്തിൽ ഉടനീളം വരുന്ന പ്രദേശങ്ങളിൽ നികുതി വർധനവ് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. കേരളത്തിലുടനീളം വരുന്ന പ്രദേശങ്ങളിലെ നികുതി വർധനവ് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. കേരളത്തിൽ മലബാറിലെ നികുതി സമ്പ്രദായത്തിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി മാറ്റം വരുത്തിയത്. കേരളത്തിലെ മലബാറിലെ നികുതി സമ്പ്രദായത്തിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് മാറ്റം വരുത്തിയത്. പഠിച്ചോളെ, കേരളത്തിൽ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഏത് പ്രദേശത്തെ നികുതി സമ്പ്രദായത്തിലാണ് മാറ്റം വരുത്തിയെന്ന് ചോദിച്ചാൽ അത് മലബാറിലെയാണ്. ഭൂമിയുടെ പരമ്പരാഗത അവകാശികളായിരുന്ന നമ്പൂതിരിമാരെ ഭൂമിയുടെ പൂർണ്ണ ഉടമകളാക്കി മാറ്റി ബ്രിട്ടീഷുകാര്. ഭൂമിയുടെ പരമ്പരാഗത അവകാശികളായിരുന്ന നമ്പൂതിരിമാരെ ഭൂമിയുടെ പൂർണ്ണ ഉടമകളാക്കി മാറ്റി ബ്രിട്ടീഷുകാര്. ഒന്നുകൂടി പറയാം, കേരളത്തിൽ കച്ചവട ആവശ്യങ്ങൾക്കെത്തിയ ബ്രിട്ടീഷുകാർ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ മേഖലകളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥയിലും നിയമവ്യവസ്ഥയിലും ബ്രിട്ടീഷുകാർ നേരിട്ട് ഇടപെടുകയും ചെയ്തു. കേരളത്തിലുടനീളം വരുന്ന പ്രദേശങ്ങളുടെ നികുതി വർധനവ് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. കേരളത്തിലുടനീളം വരുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മലബാർ അല്ലെങ്കിൽ കൊച്ചി, തിരുവിതാംകൂർ എന്നീ മേഖലകളിൽ നികുതി വർധനവ് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. കേരളത്തിൽ മലബാറിലെ നികുതി സമ്പ്രദായത്തിലാണ് ബ്രിട്ടീഷുകാർക്ക് ആദ്യമായിട്ട് മാറ്റം വരുത്തിയത്. ഭൂമിയുടെ പരമ്പരാഗത കൈവശാവകാശികളായിരുന്ന നമ്പൂതിരിമാരെ ഭൂമിയുടെ പൂർണ്ണ ഉടമസ്ഥരാക്കി മാറ്റി അല്ലെങ്കിൽ ഉടമകളാക്കി മാറ്റി ബ്രിട്ടീഷുകാര്. പഠിക്കുക, ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാർക്കും ഇടയിൽ കാണക്കാർ, പഠിച്ചോളനെ, കാണക്കാർ എന്ന പുതിയൊരു മധ്യവർഗ കുടിയാൻ വർഗത്തെ കൊണ്ടുവന്നു ബ്രിട്ടീഷുകാരെ. പഠിച്ചോളനെ, ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാർക്കും ഇടയിലായിട്ട് കാണക്കാർ എന്ന പേരിൽ പുതിയൊരു മധ്യവർഗ കുടിയാൻ വർഗത്തെ കൊണ്ടുവന്നു ബ്രിട്ടീഷുകാർ. പ്രഭുക്കന്മാരോടും കാണക്കാരെയും ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷ് സഹായത്തോടെ കുടിയാന്മാരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ, പഠിച്ചോളനെ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാരും മാത്രമുണ്ടായിരുന്ന കേരളത്തിലെ ഇതിനിടയിലായിട്ട് കാണക്കാർ എന്ന പേരില് പുതിയൊരു മധ്യവർഗ കുടിയാൻ വർഗത്തെ കൂടി ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. എന്നിട്ട് ഈ പ്രഭുക്കന്മാരും ഈ കാണക്കാരെന്ന് പറയുന്ന പുതിയ മധ്യവർഗ കുടിയാന്മാരും ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ പാവപ്പെട്ട കുടിയാന്മാരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്ന മലബാറിൽ നികുതി പിരിവ് എടുക്കുന്നതിൽ വളരെ വിശാലമായൊരു ഭരണ വ്യവസ്ഥ തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്ന മലബാറിലെ നികുതി പിരിച്ചെടുക്കുന്നത് എളുപ്പമാക്കുന്നതിന് അല്ലെങ്കിൽ വിശാലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭരണ വ്യവസ്ഥ തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ക്രമേണ നികുതി പിരിക്കുവാനായി പ്രാദേശിക മുഖ്യന്മാരുടെ സ്ഥാനത്ത് കൊളോണിയ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു ബ്രിട്ടീഷുകാര്. അതായത് പ്രാദേശിക മുഖ്യന്മാരായിരുന്നു അതുവരെ ആ ഒരു പ്രദേശത്തിലെ നികുതി പിരിച്ചുകൊണ്ടിരുന്നത്. അതിന് പകരം കൊളോണിയൽ ഉദ്യോഗസ്ഥന്മാർ, അതായത് ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാരെ നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ക്രമേണ നികുതി പിരിക്കുവാനായിട്ട് പ്രാദേശിക മുഖ്യന്മാർക്ക് സ്ഥാനത്ത് കൊളോണിയ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു ബ്രിട്ടീഷുകാര്. മലബാറിൽ നിന്നും വ്യത്യസ്തമായി നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറിലും കൊച്ചിയിലും സ്വയംഭരണാധികാരത്തിന് ബ്രിട്ടീഷുകാർ അർദ്ധസമ്മതം നൽകി. ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമൊന്നുമല്ലായിരുന്നു കേട്ടോ, അവർക്ക് കൊച്ചിയും തിരുവിതാംകൂറും കൂടെ എടുക്കണമെന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ രാജവംശത്തിന്റെ ശക്തി കാരണം അത് നടന്നില്ല. അതുകൊണ്ട് മലബാറിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറിനും കൊച്ചിക്കും സ്വയംഭരണാധികാരത്തിനുള്ള അനുമതി ആര് നൽകി? ബ്രിട്ടീഷുകാർ നൽകി. അതും അർദ്ധസമ്മതം മാത്രമാണ് നൽകിയത്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാർക്കും ഇടയിൽ കാണക്കാർ എന്ന പേരിൽ പുതിയൊരു മധ്യവർഗ കുടിയാൻ വർഗത്തെ കൊണ്ടുവന്നു ബ്രിട്ടീഷുകാര്. പ്രഭുക്കന്മാരും കാണക്കാരും ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷ് സഹായത്തോടെ കുടിയാന്മാരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്ന മലബാറിൽ നികുതി പിരിച്ചെടുക്കുന്നതിന് വളരെ വിശാലമായൊരു ഭരണ വ്യവസ്ഥ തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു.
ക്രമേണ നികുതി പിരിക്കുവാനായി പ്രാദേശിക മുഖ്യന്മാരുടെ സ്ഥാനത്ത് കൊളോണിയ ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു. ബ്രിട്ടീഷുകാര് മലബാറിൽ നിന്നും വ്യത്യസ്തമായി നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറും കൊച്ചിക്കും സ്വയം ഭരണത്തിനുള്ള അധികാരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നൽകുകയും ചെയ്തു. ഒരു അർത്ഥസമ്മതമാണ് ബ്രിട്ടീഷുകാർ നൽകി. അതായത് ഈ തിരുവിതാംകൂറും അല്ലെങ്കിൽ ഈ കൊച്ചിയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഭരിച്ചോ, പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടേണ്ട നികുതി പിരിച്ചു തരണമെന്ന് ആര് പറഞ്ഞു? ബ്രിട്ടീഷുകാർ പറഞ്ഞു. അങ്ങനെ നികുതി പിരിച്ചു കൊടുത്തുകൊണ്ട് മാത്രം ബ്രിട്ടീഷുകാർ ഈ രണ്ട് രാജവംശത്തെ ആക്രമിക്കാതിരുന്നു. അതാണ് കേട്ടോ സത്യം. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടുകൂടി മലബാറിലുണ്ടായ മാറ്റം. ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടുകൂടി മലബാറിലുണ്ടായ മാറ്റത്തെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ മാറ്റം, ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചു. ജില്ലാ പ്രവിശ്യ കോടതികൾ മലബാറിൽ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർക്ക് കൂടുതലായിട്ട് മലബാറിലെ ഇടപെടാം. കാരണം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു ആര്? മലബാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചു ബ്രിട്ടീഷുകാർ. എവിടെ? മലബാറിലെ. റോഡുകളുടെ ഒരു ശൃംഖല തന്നെ ബ്രിട്ടീഷുകാർ മലബാറിൽ നിർമ്മിച്ചു. റോഡുകളുടെ ഒരു ശൃംഖല തന്നെ ബ്രിട്ടീഷുകാർ മലബാറിൽ നിർമ്മിച്ചു. അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധവ്യഞ്ജന തോട്ടം സ്ഥാപിച്ചു ബ്രിട്ടീഷുകാർ. അഞ്ചരക്കണ്ടിയിലെ ഒരു സുഗന്ധവ്യഞ്ജന തോട്ടം സ്ഥാപിച്ചു ബ്രിട്ടീഷുകാര്. നെയ്ത്തുശാലകളും ഓട് ഫാക്ടറികളും ആരംഭിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. എവിടെ? മലബാറിൽ. നെയ്ത്തുശാലകളും ഓട് ഫാക്ടറികളും സ്ഥാപിച്ചു ആരാണ്? മലബാറിലെ ആര്? ബ്രിട്ടീഷുകാര്. കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ നഗരസഭകൾ സ്ഥാപിച്ചത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. എവിടെ? മലബാറിൽ. അപ്പൊ മലബാറിന്റെ ഭാഗമായുള്ള കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂര്, പാലക്കാട് എന്നിവിടങ്ങളില് നഗരസഭകൾ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേ സംവിധാനം ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ്. മലബാറിനെ രാജ്യത്തിലെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേ സംവിധാനം ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരാണ്. നിലമ്പൂരിൽ തേക്കിൻ തോട്ടം സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. നിലമ്പൂരിലെ തേക്കിൻ തോട്ടം സ്ഥാപിച്ചതാരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ മലബാറിലെ ബ്രിട്ടീഷുകാരായിരുന്നു. മലബാറിൽ റോഡുകളുടെ ഒരു ശൃംഖല തന്നെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു. മലബാറിലെ അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധവ്യഞ്ജനം തോട്ടം സ്ഥാപിച്ച വിദേശശക്തിയാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരാണ്. മലബാറിൽ നെയ്ത്തുശാലകളും ഓട് ഫാക്ടറികളും ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ്. മലബാറിന്റെ ഭാഗമായിരുന്ന കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ നഗരസഭകൾ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. മലബാറിൽ നിന്നും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേ സംവിധാനം ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. നിലമ്പൂരിൽ തേക്കിൻ തോട്ടം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. പഠിക്കുക. മലബാറിന്റെ ഭാഗമായ നിലമ്പൂരിലെ തേക്കിൻ തോട്ടം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. പഠിക്കുക. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. മിക്കുള്ളവർക്കും ഒരു കൺഫ്യൂഷൻ വന്നു. EM ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന് കൊടുത്തിരുന്നു. അത് തന്നെയാണ് EMS നമ്പൂതിരിപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. ഒന്നാം കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് EMS നമ്പൂതിരിപ്പാട്. അല്ലെങ്കിൽ സ്വതന്ത്ര കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് EMS നമ്പൂതിരിപ്പാടാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് EMS നമ്പൂതിരിപ്പാടാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വ്യക്തി EMS നമ്പൂതിരിപ്പാട്. മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വ്യക്തി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം നീലേശ്വരം. ഇപ്പോഴും PSC പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ്. പഠിച്ചോളനെ. EMS നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം ഏതായിരുന്നു? അത് നീലേശ്വരമായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ EMS നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ഐക്യ കേരള പ്രസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിലെ കേരളം രൂപീകരിക്കാൻ EMS നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതായിരുന്നു? ഐക്യ കേരള പ്രസ്ഥാനമായിരുന്നു. ഭൂപരിഷ്കരണ ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബില്ല് തുടങ്ങിയവ അവതരിപ്പിച്ചത് EMSന്റെ കാലഘട്ടത്തിലായിരുന്നു. അല്ലെങ്കിൽ EMSന്റെ മന്ത്രിസഭയുടെ കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. ഭൂപരിഷ്കരണ ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബില്ല് തുടങ്ങിയ അവതരിപ്പിച്ചത് എന്നായിരുന്നു? EMSന്റെ മന്ത്രിസഭയിലായിരുന്നു. EMSന്റെ ആത്മകഥയാണ് ആത്മകഥ. EMSന്റെ ആത്മകഥ അറിയപ്പെടുന്ന പേരെന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒന്നാം കേരള മന്ത്രിസഭയിലെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് EMS ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി EMS ആണ്.
മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതും EMS ആണ്. EMS നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം നീലേശ്വരം. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ EMS നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഐക്യ കേരള പ്രസ്ഥാനം. ഭൂപരിഷ്കരണ ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബില്ല് തുടങ്ങിയ അവതരിപ്പിച്ചത് EMS ആണ്. EMSന്റെ ആത്മകഥയാണ് ആത്മകഥ. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് EMSഉം പുസ്തകങ്ങളും. എന്താണ് EMSഉം പുസ്തകങ്ങളും? 1.25 കോടി മലയാളികൾ, കേരളം ഇന്നലെ ഇന്ന് നാളെ, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കാറൽ മാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി. ഇമ്പോർട്ടന്റ് ആണ്. കാറൽ മാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി. നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. മൂലധനം മുഖവുര. മൂലധനം മുഖവുര. ഇതാണ് ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. EMSന്റെ പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? 1.25 കോടി മലയാളികൾ, കേരളം ഇന്നലെ ഇന്ന് നാളെ, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കാറൽ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, മൂലധനം മുഖവുര എന്നിവയാണ്. താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏതാണ്? ഉത്തരം ചെമ്മീനാണ്. താഴെ പറയുന്നവയിൽ മത്സ്യ ഇനത്തിൽ പെടാത്തവ ഏതാണ്? ചെമ്മീനാണ്. പേരിനൊപ്പം മത്സ്യം എന്നുണ്ടെങ്കിലും മത്സ്യം അല്ലാത്ത ജീവിവർഗങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. പേരിനൊപ്പം മത്സ്യം എന്നുണ്ടെങ്കിലും മത്സ്യമല്ലാത്ത ജീവികൾ: ജെല്ലി ഫിഷ്, നക്ഷത്ര മത്സ്യം, കട്ടിൽ ഫിഷ്, സിൽവർ ഫിഷ്, ക്രേ ഫിഷ്, ഡോൾഫിൻ, തിമിംഗലം, ചെമ്മീൻ, കണവ അഥവാ കൂന്തൽ, നീരാളി. ഇവയെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് മത്സ്യത്തിന്റെ വർഗമാണെന്ന് തോന്നും. എന്നാൽ ഇവ മത്സ്യവർഗമല്ല. ശ്രദ്ധിക്കുക. പേരിനൊപ്പം മത്സ്യമുണ്ടെങ്കിലും മത്സ്യമല്ലാത്ത ജീവികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ജെല്ലി ഫിഷ്, നക്ഷത്ര മത്സ്യം, കട്ടിൽ ഫിഷ്, സിൽവർ ഫിഷ്, ക്രേ ഫിഷ്, ഡോൾഫിൻ, തിമിംഗലം, ചെമ്മീൻ, കണവ അഥവാ കൂന്തൽ, നീരാളി എന്നിവയാണ്. രണ്ടാമത്തെ ചോദ്യം: ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം? ഓപ്ഷൻ സി ചൈനയാണ്. ലോകത്തിലെ ആദ്യത്തെ 6G പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈന 6G സാറ്റലൈറ്റ് വിക്ഷേപിച്ച വർഷം 2020. ചൈന 6G സാറ്റലൈറ്റ് വിക്ഷേപിച്ച വർഷം 2020 ആണ്. ലോകത്തിൽ ആദ്യമായി 6G സംവിധാനം ഫീൽഡ് ടെസ്റ്റ് നടത്തിയ രാജ്യവും ചൈന തന്നെയാണ്. ലോകത്തിൽ ആദ്യമായി 6G സംവിധാനത്തിന്റെ ഫീൽഡ് ടെസ്റ്റ് നടത്തിയ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. 2024 ചൈന ലോകത്തിൽ ആദ്യമായിട്ട് 6G സംവിധാനത്തിന്റെ ഫീൽഡ് ടെസ്റ്റ് നടത്തിയത്. അതുകൂടെ ഒന്ന് ഓർക്കുക. ലോകത്തിൽ ആദ്യമായി 6G ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ചിപ്പ് നിർമ്മിച്ച രാജ്യം ചൈനയാണ്. 2025 ചൈന ഈ ചിപ്പ് നിർമ്മിച്ചത്. ലോകത്തിൽ ആദ്യമായി 6G ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ചിപ്പ് നിർമ്മിച്ച രാജ്യം ചോദിച്ചാൽ ചൈനയാണ്. 2025 ചൈന ഈ ചിപ്പ് നിർമ്മിക്കുന്നത്. ലോകത്തിൽ രണ്ടാമതായി 6G സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാനാണ്. ഓർക്കുക. ലോകത്തിൽ രണ്ടാമതായി 6G സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. ലോകത്തിൽ ആദ്യമായി 6G ഉപയോഗിക്കുവാൻ കഴിയുന്ന പ്രോട്ടോടൈപ്പ് സിം നിർമ്മിച്ച രാജ്യം ജപ്പാനാണ്. ലോകത്തിൽ ആദ്യമായി 6G ഉപയോഗിക്കുവാൻ കഴിയുന്ന പ്രോട്ടോടൈപ്പ് സിം നിർമ്മിച്ച രാജ്യം ജപ്പാനാണ്. 6G സംവിധാനത്തിന്റെ വേഗത 100 Gbps ആണ്. ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു. 6G സംവിധാനത്തിന്റെ വേഗത എത്രയാണ്? 100 GB/s ആണ്. 6G സംവിധാനത്തിന്റെ ആവൃത്തി 100 GHz മുതൽ 300 GHz വരെ. പഠിച്ചോളണം. 6G സംവിധാനത്തിന്റെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എത്രയെന്ന് ചോദിച്ചാൽ 100 GHz മുതൽ 300 GHz വരെയാണ്. ഇന്ത്യ ഭാരത് 6G വിഷൻ പദ്ധതി ആരംഭിച്ച വർഷം 2023. ഇനിയുള്ള പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യ ഭാരത് 6G വിഷൻ പദ്ധതി ആരംഭിച്ച വർഷം 2023. അതായത് 2030 നമ്മുടെ ഇന്ത്യ മുഴുവൻ 6G സംവിധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് എന്ത്? ഭാരത് 6G വിഷൻ എന്ന് പറയുന്നത്. അതുകൂടെ ഒന്ന് ഓർക്കുക. മൂന്നാമത്തെ ചോദ്യം: ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേരെന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി വിസരണമാണ്. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസത്തിന്റെ പേരെന്താ? വിസരണമാണ്. സിനിമാ ഹാളിൽ സിനിമാ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം ചോദിച്ചാൽ അത് പ്രതിപതനമാണ്. സിനിമാ ഹാളിൽ സിനിമാ പ്രദർശനത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? പ്രതിപതനമാണ്. മിനുസമുള്ള വസ്തുക്കളിൽ പ്രകാശം ക്രമമായി പ്രതിപതിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ക്രമപ്രതിപതനം. മിനുസമുള്ള വസ്തുക്കളിൽ പ്രകാശം ക്രമമായിട്ട് പ്രതിപതിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ക്രമപ്രതിപതനം.
ജലം നിറച്ച ഗ്ലാസിന് അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നാൻ കാരണം അപവർത്തനമാണ്. ജലം നിറച്ച ഗ്ലാസിനടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നു നിൽക്കുന്നതായി തോന്നുവാൻ കാരണം എന്താണ്? അത് അപവർത്തനമാണ്. ഇതുപോലെ തന്നെയാണ് നിശ്ചലമായ നദിയുടെ അടിയിലേക്ക് നോക്കുമ്പോൾ നദിയുടെ അടിത്തട്ട് മുകളിലേക്ക് ഉയർന്നതായി തോന്നുവാൻ കാരണം എന്താണ്? അപവർത്തനമാണ്. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നുവാൻ കാരണം അപവർത്തനം. ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നുവാൻ കാരണം ചോദിച്ചാൽ അപവർത്തനമാണ്. കമ്പിന്റെ സ്ഥാനത്ത് PSC സ്കെയിൽ ചോദിച്ചു കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ് ഉത്തരം. അപ്പോൾ ജലത്തിനടിയിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു കമ്പാവട്ടെ ഒരു സ്കെയിൽ ആവട്ടെ അത് വളഞ്ഞതായി തോന്നുവാൻ കാരണം ചോദിച്ചാൽ അത് അപവർത്തനമാണ്. പ്രകാശ പ്രകീർണനം ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം എന്ന് ചോദിച്ചാൽ അത് അപവർത്തനമാണ്. ഇമ്പോർട്ടന്റ് ആണ്. പ്രകാശ പ്രകീർണനം ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം എന്ന് ചോദിച്ചാൽ അത് അപവർത്തനമാണ്. മരുഭൂമികളിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. മരുഭൂമികളിൽ മരീചിക അഥവാ മിറാജ് എന്ന പ്രതിഭാസം ഉണ്ടാകുന്നതിന് കാരണം ചോദിച്ചാൽ അത് പൂർണ്ണാന്തര പ്രതിഫലനമാണ്. തെറ്റിക്കല്ലേ. മരുഭൂമികളിൽ മരീചിക അഥവാ മിറാജ് എന്ന പ്രതിഭാസം ഉണ്ടാകുന്നതിന് കാരണം ചോദിച്ചാൽ അത് പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ പ്രവർത്തന തത്വം പൂർണ്ണാന്തര പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ പ്രവർത്തന തത്വം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം ചോദിച്ചാൽ അത് പൂർണ്ണാന്തര പ്രതിഫലനമാണ്. എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണാന്തര പ്രതിഫലനമാണ്. മെഡിറ്ററേനിയൻ കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന ഒപ്റ്റിക്കൽ ലൂമിങ്ങിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. മെഡിറ്ററേനിയൻ കടൽ തീരങ്ങളിൽ കാണപ്പെടുന്ന ഒപ്റ്റിക്കൽ ലൂമിംഗ് കാരണം ചോദിച്ചാൽ അത് പൂർണ്ണാന്തര പ്രതിഫലനമാണ്. വജ്രത്തിന്റെ തിളക്കത്തിനു കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താ? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. സൂര്യപ്രകാശം അതിന്റെ 7 ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം എന്ന് പറഞ്ഞത്. പ്രകീർണനം ഉണ്ടാവാൻ കാരണമായ പ്രകാശ പ്രതിഭാസം എന്ന് ചോദിച്ചാൽ അത് അപവർത്തനമാണ്. തെറ്റിപ്പോവരുത്. സൂര്യപ്രകാശം അതിലെ 7 ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം ചോദിച്ചാൽ അത് പ്രകീർണനമാണ്. ഇനി പ്രകീർണനം എന്ന പ്രതിഭാസം ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? അത് അപവർത്തനമാണ്. നിഴലുകൾ ക്രമരഹിതമായി കാണുവാൻ കാരണം ഡിഫ്രാക്ഷൻ ആണ്. നിഴലുകൾ ക്രമരഹിതമായി കാണുവാൻ കാരണം ഡിഫ്രാക്ഷൻ ആണ്. സൂര്യന് ചുറ്റും വലയം കാണപ്പെടുവാൻ കാരണം ഡിഫ്രാക്ഷൻ ആണ്. സൂര്യന് ചുറ്റും വലയം കാണപ്പെടുവാൻ കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. CD-യിൽ കാണപ്പെടുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം ഡിഫ്രാക്ഷൻ ആണ്. ഇത് മൂന്നും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. CD-യിൽ കാണപ്പെടുന്ന മഴവിൽ നിറങ്ങൾക്ക് കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് ഡിഫ്രാക്ഷൻ ആണ്. സോപ്പ് കുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണപ്പെടുന്ന മനോഹരമായ വർണ്ണങ്ങൾക്ക് കാരണം ഇന്റർഫെറൻസ് ആണ്. സോപ്പ് കുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണപ്പെടുന്ന മനോഹരമായ വർണ്ണങ്ങൾക്ക് കാരണം ചോദിച്ചാൽ എന്താണത്? ഇന്റർഫെറൻസ് ആണ്. ഹോളോഗ്രഫി സാങ്കേതിക വിദ്യക്ക് ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം ഇന്റർഫെറൻസ് ആണ്. ഹോളോഗ്രഫി സാങ്കേതിക വിദ്യക്ക് ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം എന്താണത്? ഇന്റർഫെറൻസ് ആണ്. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനും ചക്രവാളവും ചുവപ്പ് നിറത്തിൽ കാണുവാൻ കാരണം വിസരണമാണ്. ഉദയാസ്തമയ സമയങ്ങളിൽ സൂര്യനും ചക്രവാളവും ചുവപ്പ് നിറത്തിൽ കാണാൻ കാരണം വിസരണമാണ്. സമുദ്രജലം നീല നിറമുള്ളതായി തോന്നുവാൻ കാരണം എന്താണ്? വിസരണമാണ്. സമുദ്രജലം നീല നിറമുള്ളതായി തോന്നുന്നതിന് കാരണം എന്താണ്? വിസരണമാണ്. ആകാശം നീല നിറത്തിൽ കാണപ്പെടുവാൻ കാരണം വിസരണമാണ്. ഇതാണ് നമ്മുടെ PSC ഇപ്പോൾ ചോദിച്ചത്. ആകാശം നീല നിറത്തിൽ കാണപ്പെടുവാനുള്ള കാരണം എന്താണ്? വിസരണമാണ്. വാൽ നക്ഷത്രത്തിന്റെ വാൽ ദൃശ്യമാകുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസമാണ് ടിൻഡൽ എഫക്റ്റ്. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. വാൽ നക്ഷത്രത്തിന്റെ വാൽ ദൃശ്യമാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം എന്താണ്? ടിൻഡൽ എഫക്റ്റ് ആണ്. മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസങ്ങൾ ചോദിച്ചാൽ പ്രകീർണനമാണ് മെയിൻ പ്രതിഭാസം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ പൂർണ്ണാന്തര പ്രതിഫലനവും അപവർത്തനവും സംഭവിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്. മഴവിൽ ഉണ്ടാകുന്നതിന് കാരണമായ പ്രധാനപ്പെട്ട പ്രകാശ പ്രതിഭാസം ചോദിച്ചാൽ അത് പ്രകീർണനമാണ്. അതിനോടൊപ്പം തന്നെ ആരൊക്കെ വരുന്നുണ്ട്? പൂർണ്ണാനന്തര പ്രതിഫലനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപവർത്തനവും നടക്കുന്നുണ്ട്. 5-ാമത്തെ ചോദ്യം,
കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതാണ്? അനേർട്ട് ആണ് കേട്ടോ. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതാണ്? അത് അനേർട്ട് ആണ്. പലരും KSEB എന്ന് എഴുതും, തെറ്റാണ്. കേരളത്തിലെ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് പഠനം നടത്തുന്ന ഏജൻസി ഏതാണ്? അനേർട്ട് ആണ്. കേരളത്തിലെ ഊർജ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസികൾ കേരള സംസ്ഥാന വൈദ്യുത ബോർഡ് അഥവാ KSEB, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അനർട്ട്, എനർജി മാനേജ്മെന്റ് സെന്റർ. അപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളാണ് കേരളത്തിലെ ഊർജ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസികൾ. ഏതൊക്കെയാണവ? കേരള സംസ്ഥാന വൈദ്യുത ബോർഡ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അനർട്ട്, എനർജി മാനേജ്മെന്റ് സെന്റർ എന്നിവയാണ്. ആദ്യം നമുക്ക് നോക്കുവാനുള്ളത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അഥവാ KSEB പറ്റിയിട്ടാണ്. കേരളത്തിൽ വൈദ്യുത ഉൽപാദനം, പ്രസരണം, വിതരണം എന്നിവയുടെ ബിസിനസ് നടത്തുന്നതിന് പൂർണ്ണ അവകാശം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനാണ്. കേരളത്തിൽ വൈദ്യുത ഉൽപാദനം, പ്രസരണം, വിതരണം എന്നിവയുടെ ബിസിനസ് നടത്തുന്നതിനുള്ള പൂർണ്ണ അവകാശം ആർക്കാണ്? കേരള ഇലക്ട്രിസിറ്റി ബോർഡിനാണ്. കേരള ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായ വർഷം 1957 മാർച്ച് 31-നാണ്. ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷയുള്ള കേരള ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായ വർഷം 1957 മാർച്ച് മാസം 31-ാം തീയതിയാണ്. കേരള ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പനിയായി മാറ്റപ്പെട്ട വർഷം 2013 നവംബർ 1-നാണ്. കേരള ഇലക്ട്രിസിറ്റി ബോർഡ് കമ്പനിയായി മാറ്റപ്പെട്ട വർഷം 2013 നവംബർ 1-നാണ്. KSEBയുടെ ആപ്തവാക്യം കേരളത്തിന്റെ ഊർജം എന്നാണ്. KSEBയുടെ ആപ്തവാക്യം എന്താ? കേരളത്തിന്റെ ഊർജം എന്നാണ്. KSEBയുടെ കീഴിലുള്ള വൈദ്യുത പദ്ധതികളുടെ എണ്ണം 31 ശ്രദ്ധിച്ചോളണേ. KSEBയുടെ കീഴിലുള്ള വൈദ്യുത പദ്ധതികളുടെ എണ്ണം എത്രയാണ്? 31. KSEBക്ക് കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങളുടെ എണ്ണം 2. KSEBക്ക് കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങളുടെ എണ്ണം 2. KSEBയുടെ കീഴിലുള്ള കാറ്റാടി ഫാമുകളുടെ എണ്ണം ചോദിച്ചാൽ 1. KSEBയുടെ കീഴിലുള്ള കാറ്റാടി ഫാമുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 1 KSEBക്ക് കീഴിലുള്ള സോളാർ പ്ലാന്റുകളുടെ എണ്ണം ചോദിച്ചാൽ 7. KSEBക്ക് കീഴിലുള്ള സോളാർ പ്ലാന്റുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 7. കേരള വൈദ്യുത ബോർഡ് ആരംഭിച്ച സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? ഒരുമ എന്നാണ്. ഇത് പ്രീവിയസ് ആയി ഓൾറെഡി PSC ചോദിച്ചേ. കേരള വൈദ്യുത ബോർഡ് ആരംഭിച്ച സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? ഒരുമ എന്നാണ്. അടുത്തതായി നമുക്ക് നോക്കുവാനുള്ളതാണ് എനർജി മാനേജ്മെന്റ് സെന്റർ. എന്താണ് എനർജി മാനേജ്മെന്റ് സെന്റർ? ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ഊർജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, ഊർജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഊർജ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് എനർജി മാനേജ്മെന്റ് സെന്റർ. ഓർക്കുക, ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ഊർജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുക, ഊർജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഊർജ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് എനർജി മാനേജ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. എനർജി മാനേജ്മെന്റ് സെന്റർ രൂപീകരിക്കുവാൻ കാരണമായ നിയമം എനർജി കൺസർവേഷൻ ആക്ട് 2001. എനർജി മാനേജ്മെന്റ് സെന്റർ രൂപീകരിക്കുവാൻ കാരണമായ നിയമം എന്താണ്? എനർജി കൺസർവേഷൻ ആക്ട് 2001. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് അനർട്ട്. നമ്മുടെ ക്വസ്റ്റിന്റെ ഉത്തരമായിട്ടുള്ള അനർട്ട്. പാരമ്പര്യേതര ഊർജ വികസനത്തിനായി സ്ഥാപിതമായ സ്വതന്ത്ര അധികാരമുള്ള സ്ഥാപനമാണ് അനർട്ട്. സ്വതന്ത്ര അധികാരമുള്ള സ്ഥാപനമാണ് അനർട്ട്. അനർട്ട് രൂപീകൃതമായ വർഷം 1986. ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് PSC ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യനുമാണ്. അനർട്ട് രൂപീകൃതമായ വർഷം 1986. അനർട്ടിന്റെ പൂർണ്ണരൂപം ഏജൻസി ഫോർ നോൺ കൺവെൻഷൻ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി എന്നാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഓർക്കുക, അനർട്ടിന്റെ പൂർണ്ണരൂപം എന്താണ്? ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി എന്നാണ്. അക്ഷയ ഊർജ ഉപകരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി അനർട്ടിൽ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് സൗരവീഥി. അക്ഷയ ഊർജ ഉപകരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി അനർട്ട് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് എന്ത്? സൗരവീഥി. അനർട്ടിന് കീഴിൽ കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് നിന്നുമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓർക്കണം, അനർട്ടിന്റെ കീഴില് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് നിന്നുമാണ്
കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഇടുക്കി ജില്ലയിലെ രാമക്കൽ മേട് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കാറ്റാടിപ്പാടമാണ്. അതുകൂടെ ഓർത്തോളണം കേട്ടോ. ഇടുക്കി ജില്ലയിലെ രാമക്കൽ മേട് സ്ഥിതി ചെയ്യുന്ന എന്താണ്? ഒരു പ്രൈവറ്റ് കാറ്റാടിപ്പാടമാണ്. രണ്ടാമത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ 3 പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും നമ്മൾ വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അവ ഏതൊക്കെയാണ്? കഞ്ചിക്കോട്, അട്ടപ്പാടി, അഗളി എന്നിവയാണ്. ഏതൊക്കെയാണ്? കഞ്ചിക്കോട്, അട്ടപ്പാടി, അഗളി എന്നിവയാണ്. ഇതിൽ കഞ്ചിക്കോടാണ് എന്ത്? KSEBയുടെ കീഴിൽ വരുന്ന കാറ്റാടി ഫാം ഉള്ളത്. ഓർക്കുക, കേരളത്തിലെ KSEBയുടെ കീഴിൽ വരുന്ന കാറ്റാടി ഫാം എന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. വീണ്ടും പറയുന്നു, ഓർക്കുക, കേരളത്തിലെ KSEBയുടെ കീഴിൽ വരുന്ന കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. ഓർക്കുക. അപ്പോ രണ്ടാമതായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്, അട്ടപ്പാടി, അഗളി പ്രദേശങ്ങളിലാണ് നമ്മൾ കാറ്റാടി ഫാമുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ കഞ്ചിക്കോടിന്റെ പ്രത്യേകത എന്താണ്? KSEBയുടെ കീഴിലുള്ള കേരളത്തിലെ ഏക കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടാണ്. ഓർക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളതാണ് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം നമുക്ക് ഇനി പ്രതീക്ഷിക്കാം. കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നതും സംസ്ഥാനത്തെ വൈദ്യുത സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതുമായ സ്ഥാപനമാണ് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. ഓർക്കുക, കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്നതും സംസ്ഥാനത്തെ വൈദ്യുത സ്ഥാപനങ്ങളുടെയും ഉപകരണങ്ങളുടെയും പ്രധാനമായും പങ്കുവഹിക്കുന്ന സ്ഥാപനമാണ് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സ്ഥാപിതമായ വർഷം 1968 ഒക്ടോബർ 20 ശ്രദ്ധിക്കുക. കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് സ്ഥാപിതമായ വർഷം 1968 ഒക്ടോബർ 20. കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ജില്ല. കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രധാന ചുമതലകളാണ്. ശ്രദ്ധിക്കുക, കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രധാന ചുമതലകൾ: വൈദ്യുത പ്രതിഷ്ഠാപനങ്ങളുടെ പരിശോധനയും അംഗീകാരവും. വൈദ്യുത പ്രതിഷ്ഠാപനങ്ങളുടെ പരിശോധനയും അംഗീകാരവും. ജനറേറ്ററുകൾ, ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ പോലുള്ള ഉപകരണങ്ങളുടെ പരിശോധനയും ഫിറ്റ്നസും നൽകുക. ജനറേറ്ററുകൾ, ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ പോലുള്ള ഉപകരണങ്ങളുടെ പരിശോധനയും ഫിറ്റ്നസും നൽകുക. വൈദ്യുത അപകടങ്ങളെ കുറിച്ചുള്ള അന്വേഷണം നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കുവാനുമുള്ള അവകാശം കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനാണ്. ഓർക്കണം, വൈദ്യുത അപകടങ്ങളെ കുറിച്ചുള്ള അന്വേഷണം നടത്താനും റിപ്പോർട്ട് സമർപ്പിക്കുവാനുമുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം ആർക്കാണ്? കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനാണ്. ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്യുന്ന വ്യക്തികൾക്ക് വിവിധ ഗ്രേഡുകളിലുള്ള ലൈസൻസുകൾ നൽകുന്നത് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുമാണ്. ഇലക്ട്രിക്കൽ ജോലികൾ ചെയ്യുന്ന വ്യക്തികൾക്ക് വിവിധ ഗ്രേഡിലുള്ള ലൈസൻസുകൾ നൽകുക ആരുടെ ചുമതലയാണ്? കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ചുമതലയാണ്. ഉപഭോക്താക്കൾ നൽകുന്ന എനർജി മീറ്ററുകൾ, ട്രാൻസ്ഫോമറുകൾ, മറ്റു വൈദ്യുത ഉപകരണങ്ങൾ എന്നിവ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ചുമതലയാണ്. ഉപഭോക്താക്കൾ നൽകുന്ന എനർജി മീറ്ററുകൾ, ട്രാൻസ്ഫോമറുകൾ, മറ്റു വൈദ്യുത ഉപകരണങ്ങൾ എന്നിവ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ ചുമതലയാണ്. വൈദ്യുത തീരുവ പരിശോധിക്കുവാനുള്ള അവകാശം കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനാണ്. വൈദ്യുത തീരുവ പരിശോധിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആരാണ്? കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനുള്ളതാണ്. ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, മലബാർ ആയിരുന്നു. കേരളത്തിലെ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതായിരുന്നു? ഓപ്ഷൻ ഡി, മലബാർ ആയിരുന്നു. ആദ്യമായി ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് കുറച്ച് പോയിന്റ്സ് പറയാം. ബ്രിട്ടീഷുകാരും കേരളവും തമ്മിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ഡിസംബർ മാസം 31 തീയതി. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഠിക്കുക. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600 ഡിസംബർ മാസം 31 തീയതി ആയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവട സംഘടനയായിരുന്നു മെർച്ചന്റ് അഡ്വഞ്ചറീസ്. പഠിക്കുക, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവട സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് മെർച്ചന്റ് അഡ്വഞ്ചറീസ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ്
റെഗുലേറ്റിംഗ് ആക്ട് 1773. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇന്ത്യയിൽ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം സൂററ്റ് ആണ്. ഇന്ത്യയില് ആദ്യമായിട്ട് ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിതമായ സ്ഥലം ചോദിച്ചാൽ അത് സൂററ്റ് ആണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കേരളവും തമ്മിലുള്ള ബന്ധമാണ് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും കേരളവും തമ്മിലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ കേരളത്തിലേക്ക് അവരുടെ വരവാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലെത്തിയ വർഷം 1615. അപ്പോൾ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഡിസംബർ 31 അല്ലെ രൂപീകരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക് എത്തുന്നത്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാലകൾ സ്ഥാപിച്ചത് വിഴിഞ്ഞത്തായിരുന്നു. അതായത് കുരുമുളകിന്റെയും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളുടെയൊക്കെ സംഭരണാർത്ഥം ആരംഭിക്കുന്നതാണ് ഈ പണ്ടകശാലകൾ എന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് വിഴിഞ്ഞത്താണ്. കേരളത്തിൽ ആദ്യമായ ഒരു കോട്ട ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുന്നത് അഞ്ചുതെങ്ങിലാണ്. ഇതിനെ അഞ്ചുതെങ്ങ് കോട്ട എന്നറിയപ്പെടുന്നു. അഞ്ചുതെങ്ങ് കോട്ട സ്ഥാപിച്ച വർഷം 1695. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. കേരളത്തിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ സമീപമുള്ള അഞ്ചുതെങ്ങ് എന്നുള്ള പ്രദേശത്താണ്. അതുപോലെ തന്നെ 1695 അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാർ സ്ഥാപിക്കുന്നത്. പഠിക്കുക. ഒന്നുകൂടി പറയാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലെത്തിയ വർഷം 1615. ബ്രിട്ടീഷുകാർ കേരളത്തിലെ ആദ്യത്തെ പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞത്താണ്. എന്താണ് പണ്ടകശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം. അതിനെയാണ് പണ്ടകശാല എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. കേരളത്തിലെ ആദ്യമായ ഒരു കോട്ട ബ്രിട്ടീഷുകാർ എവിടെയാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങിലാണ്. ഈ കോട്ട അഞ്ചുതെങ്ങ് കോട്ട എന്ന പേരിൽ അറിയപ്പെടുന്നു. അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ച വർഷം 1695. പഠിക്കുക. ഇനിയാണ് നമുക്ക് പഠിക്കുവാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ്, അല്ലെങ്കിൽ PSC സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ബ്രിട്ടീഷുകാരും അവർ കേരളത്തിൽ ഉണ്ടാക്കിയ ചൂഷണവും നടത്തിയ ചൂഷണവുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരളത്തിൽ കച്ചവട ആവശ്യങ്ങൾക്കെത്തിയ ബ്രിട്ടീഷുകാർ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ മേഖലകളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. കേരളത്തിൽ കച്ചവട ആവശ്യങ്ങൾക്കെത്തിയ ബ്രിട്ടീഷുകാര് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ മേഖലകളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥയിലും നിയമവ്യവസ്ഥയിലും ബ്രിട്ടീഷുകാർ ഇടപെട്ടു. കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥയിലും നിയമവ്യവസ്ഥയിലും ബ്രിട്ടീഷുകാർ ഇടപെട്ടു. കേരളത്തിൽ ഉടനീളം വരുന്ന പ്രദേശങ്ങളിൽ നികുതി വർധനവ് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. കേരളത്തിലുടനീളം വരുന്ന പ്രദേശങ്ങളിലെ നികുതി വർധനവ് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. കേരളത്തിൽ മലബാറിലെ നികുതി സമ്പ്രദായത്തിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി മാറ്റം വരുത്തിയത്. കേരളത്തിലെ മലബാറിലെ നികുതി സമ്പ്രദായത്തിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് മാറ്റം വരുത്തിയത്. പഠിച്ചോളേ. കേരളത്തിൽ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഏത് പ്രദേശത്തെ നികുതി സമ്പ്രദായത്തിലാണ് മാറ്റം വരുത്തിയെന്ന് ചോദിച്ചാൽ അത് മലബാറിലെയാണ്. ഭൂമിയുടെ പരമ്പരാഗത അവകാശികളായിരുന്ന നമ്പൂതിരിമാരെ ഭൂമിയുടെ പൂർണ്ണ ഉടമകളാക്കി മാറ്റി ബ്രിട്ടീഷുകാര്. ഭൂമിയുടെ പരമ്പരാഗത അവകാശികളായിരുന്ന നമ്പൂതിരിമാരെ ഭൂമിയുടെ പൂർണ്ണ ഉടമകളാക്കി മാറ്റി ബ്രിട്ടീഷുകാര്. ഒന്നുകൂടി പറയാം. കേരളത്തിൽ കച്ചവട ആവശ്യങ്ങൾക്കെത്തിയ ബ്രിട്ടീഷുകാർ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നീ മേഖലകളിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിച്ചു. കൊച്ചി, തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥയിലും നിയമവ്യവസ്ഥയിലും ബ്രിട്ടീഷുകാർ നേരിട്ട് ഇടപെടുകയും ചെയ്തു. കേരളത്തിലുടനീളം വരുന്ന പ്രദേശങ്ങളുടെ നികുതി വർധനവ് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. കേരളത്തിലുടനീളം വരുന്ന പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മലബാർ, അല്ലെങ്കിൽ കൊച്ചി, തിരുവിതാംകൂർ എന്നീ മേഖലകളിലെ നികുതി വർധനവ് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. കേരളത്തിൽ മലബാറിലെ നികുതി സമ്പ്രദായത്തിലാണ് ബ്രിട്ടീഷുകാർക്ക് ആദ്യമായിട്ട് മാറ്റം വരുത്തിയത്. ഭൂമിയുടെ പരമ്പരാഗത കൈവശാവകാശികളായിരുന്ന നമ്പൂതിരിമാരെ ഭൂമിയുടെ പൂർണ്ണ ഉടമസ്ഥരാക്കി മാറ്റി, അല്ലെങ്കിൽ ഉടമകളാക്കി മാറ്റി ബ്രിട്ടീഷുകാര്. പഠിക്കുക. ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാർക്കും ഇടയിൽ കാണക്കാർ, പഠിച്ചോളനെ, കാണക്കാർ എന്ന പുതിയൊരു മധ്യവർഗ കുടിയാൻ വർഗത്തെ കൊണ്ടുവന്നു ബ്രിട്ടീഷുകാരെ. പഠിച്ചോളനെ.
ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാർക്കും ഇടയിലായിട്ട് കാണക്കാർ എന്ന പേരിൽ പുതിയൊരു മധ്യവർഗ കുടിയാൻ വർഗത്തെ കൊണ്ടുവന്നു ബ്രിട്ടീഷുകാർ. പ്രഭുക്കന്മാരോടും കാണക്കാരെയും ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷ് സഹായത്തോടെ കുടിയാന്മാരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ, പഠിച്ചോളണേ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാരും മാത്രമുണ്ടായിരുന്ന കേരളത്തിലെ ഇതിനിടയിലായിട്ട് കാണക്കാർ എന്ന പേരില് പുതിയൊരു മധ്യവർഗ കുടിയാൻ വർഗത്തെ കൂടി ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. എന്നിട്ട് ഈ പ്രഭുക്കന്മാരും ഈ കാണക്കാരെന്ന് പറയുന്ന പുതിയ മധ്യവർഗ കുടിയാന്മാരും ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ പാവപ്പെട്ട കുടിയാന്മാരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്ന മലബാറിൽ നികുതി പിരിവ് എടുക്കുന്നതിൽ വളരെ വിശാലമായ ഒരു ഭരണ വ്യവസ്ഥ തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്ന മലബാറിലെ നികുതി പിരിച്ചെടുക്കുന്നത് എളുപ്പമാക്കുന്നതിന് അല്ലെങ്കിൽ വിശാലമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഭരണ വ്യവസ്ഥ തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ക്രമേണ നികുതി പിരിക്കുവാനായി പ്രാദേശിക മുഖ്യന്മാരുടെ സ്ഥാനത്ത് കൊളോണിയ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു ബ്രിട്ടീഷുകാർ. അതായത് പ്രാദേശിക മുഖ്യന്മാരായിരുന്നു അതുവരെ ആ ഒരു പ്രദേശത്തിലെ നികുതി പിരിച്ചുകൊണ്ടിരുന്നത്. അതിന് പകരം കൊളോണിയൽ ഉദ്യോഗസ്ഥന്മാർ, അതായത് ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാരെ നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്തു? നിയമിക്കുകയും ചെയ്തു. അപ്പോൾ ക്രമേണ നികുതി പിരിക്കുവാനായിട്ട് പ്രാദേശിക മുഖ്യന്മാർക്ക് സ്ഥാനത്ത് കൊളോണിയ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു ബ്രിട്ടീഷുകാര്. മലബാറിൽ നിന്നും വ്യത്യസ്തമായി നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറിലും കൊച്ചിയിലും സ്വയംഭരണാധികാരത്തിന് ബ്രിട്ടീഷുകാർ അർദ്ധസമ്മതം നൽകി. ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടമൊന്നുമല്ലായിരുന്നു കേട്ടോ, അവർക്ക് കൊച്ചിയും തിരുവിതാംകൂറും കൂടെ എടുക്കണമെന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ രാജവംശത്തിന്റെ ശക്തി കാരണം അത് നടന്നില്ല. അതുകൊണ്ട് മലബാറിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറിനും കൊച്ചിക്കും സ്വയംഭരണാധികാരത്തിനുള്ള അനുമതി ആര് നൽകി? ബ്രിട്ടീഷുകാർ നൽകി. അതും അർദ്ധസമ്മതം മാത്രമാണ് നൽകിയത്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാർക്കും ഇടയിൽ കാണക്കാർ എന്ന പേരിൽ പുതിയൊരു മധ്യവർഗ കുടിയാൻ വർഗത്തെ കൊണ്ടുവന്നു ബ്രിട്ടീഷുകാര്. പ്രഭുക്കന്മാരും കാണക്കാരും ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രിട്ടീഷ് സഹായത്തോടെ കുടിയാന്മാരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലായിരുന്ന മലബാറിൽ നികുതി പിരിച്ചെടുക്കുന്നതിന് വളരെ വിശാലമായൊരു ഭരണ വ്യവസ്ഥ തന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ക്രമേണ നികുതി പിരിക്കുവാനായി പ്രാദേശിക മുഖ്യന്മാരുടെ സ്ഥാനത്ത് കൊളോണിയ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചു ബ്രിട്ടീഷുകാര്. മലബാറിൽ നിന്നും വ്യത്യസ്തമായി നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറും കൊച്ചിക്കും സ്വയം ഭരണത്തിനുള്ള അധികാരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നൽകുകയും ചെയ്തു. ഒരു അർദ്ധസമ്മതമാണ് ബ്രിട്ടീഷുകാർ നൽകി. അതായത് ഈ തിരുവിതാംകൂറും അല്ലെങ്കിൽ ഈ കൊച്ചിയൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഭരിച്ചോ, പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടേണ്ട നികുതി പിരിച്ചു തരണമെന്ന് ആര് പറഞ്ഞു? ബ്രിട്ടീഷുകാർ പറഞ്ഞു. അങ്ങനെ നികുതി പിരിച്ചു കൊടുത്തുകൊണ്ട് മാത്രം ബ്രിട്ടീഷുകാർ ഈ രണ്ട് രാജവംശത്തെ ആക്രമിക്കാതിരുന്നു. അതാണ് കേട്ടോ സത്യം. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടുകൂടി മലബാറിലുണ്ടായ മാറ്റം. ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടുകൂടി മലബാറിലുണ്ടായ മാറ്റത്തെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ മാറ്റം, ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചു. ജില്ലാ പ്രവിശ്യ കോടതികൾ മലബാറിൽ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർക്ക് കൂടുതലായിട്ട് മലബാറിലെ ഇടപെടാം. കാരണം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു ആര്? മലബാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചു ബ്രിട്ടീഷുകാർ. എവിടെ? മലബാറിലെ. റോഡുകളുടെ ഒരു ശൃംഖല തന്നെ ബ്രിട്ടീഷുകാർ മലബാറിൽ നിർമ്മിച്ചു. റോഡുകളുടെ ഒരു ശൃംഖല തന്നെ ബ്രിട്ടീഷുകാർ മലബാറിൽ നിർമ്മിച്ചു. അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധവ്യഞ്ജന തോട്ടം സ്ഥാപിച്ചു ബ്രിട്ടീഷുകാർ. അഞ്ചരക്കണ്ടിയിലെ ഒരു സുഗന്ധവ്യഞ്ജന തോട്ടം സ്ഥാപിച്ചു ബ്രിട്ടീഷുകാര്. നെയ്ത്തുശാലകളും ഓട് ഫാക്ടറികളും ആരംഭിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. എവിടെ? മലബാറിൽ. നെയ്ത്തുശാലകളും ഓട് ഫാക്ടറികളും സ്ഥാപിച്ചു ആരാണ്? മലബാറിലെ ആര്? ബ്രിട്ടീഷുകാര്. കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ നഗരസഭകൾ സ്ഥാപിച്ചത് ആരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. എവിടെ? മലബാറിൽ. അപ്പൊ മലബാറിന്റെ ഭാഗമായുള്ള കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂര്, പാലക്കാട് എന്നിവിടങ്ങളില് നഗരസഭകൾ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേ സംവിധാനം ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ്. മലബാറിനെ രാജ്യത്തിലെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേ സംവിധാനം ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരാണ്. നിലമ്പൂരിൽ തേക്കിൻ തോട്ടം സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. നിലമ്പൂരിലെ തേക്കിൻ തോട്ടം സ്ഥാപിച്ചതാരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ മലബാറിലെ ബ്രിട്ടീഷുകാരായിരുന്നു. മലബാറിൽ റോഡുകളുടെ ഒരു ശൃംഖല തന്നെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു. മലബാറിലെ അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധവ്യഞ്ജനം തോട്ടം സ്ഥാപിച്ച വിദേശത്തെയാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരാണ്. മലബാറിൽ നെയ്ത്തുശാലകളും ഓട് ഫാക്ടറികളും ആരംഭിച്ചത് ബ്രിട്ടീഷുകാരാണ്.
മലബാറിന്റെ ഭാഗമായിരുന്ന കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ നഗരസഭകൾ സ്ഥാപിച്ചത് ബ്രിട്ടീഷുകാരായിരുന്നു. മലബാറിൽ നിന്നും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേ സംവിധാനം ആരംഭിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. നിലമ്പൂരിൽ തേക്കിൻ തോട്ടം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. പഠിക്കുക, മലബാറിന്റെ ഭാഗമായ നിലമ്പൂരിലെ തേക്കിൻ തോട്ടം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷുകാരായിരുന്നു. തെക്കേ അമേരിക്കയും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് നാസ്ക ഫലകം. ഓർത്തോണേ, തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകം അറിയപ്പെടുന്ന പേരെന്താണ്? അത് നാസ്ക ഫലകമാണ്. പ്രധാന ഫലകങ്ങളും അവയുടെ ഏകദേശ സ്ഥാനങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. പ്രധാന ഫലകങ്ങളും അവയുടെ ഏകദേശ സ്ഥാനങ്ങളും. യുറേഷ്യൻ ഫലകം യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന വലിയ ഫലകമാണ് യുറേഷ്യൻ ഫലകം. ഇന്ത്യൻ ഫലകവുമായി കൂട്ടുമുട്ടി ഹിമാലയം രൂപീകരിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? യുറേഷ്യൻ ഫലകമാണ്. അപ്പോൾ യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു ഫലകമാണ് യുറേഷ്യൻ ഫലകം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഫലകവുമായി യുറേഷ്യൻ ഫലകം കൂട്ടിയിടിക്കുകയും ഇതുമൂലം ഹിമാലയം രൂപപ്പെടുകയും ചെയ്തു. വടക്കേ അമേരിക്കൻ ഫലകം വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡവും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗവും ഉൾപ്പെടുന്നതാണ് വടക്കേ അമേരിക്കൻ ഫലകം എന്ന് അറിയപ്പെടുന്നത്. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡവും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗവും ഉൾപ്പെടുന്നതാണ് വടക്കേ അമേരിക്കൻ ഫലകം എന്ന് അറിയപ്പെടുന്നത്. യുറേഷ്യൻ ഫലകത്തിൽ നിന്നും തെക്കോട്ടും പസഫിക് ഫലകത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് അകന്നു മാറിയുമാണ് എന്ത് കാണപ്പെടുന്നത്? വടക്കേ അമേരിക്കൻ ഫലകം കാണപ്പെടുന്നത്. യുറേഷ്യൻ ഫലകത്തിൽ നിന്നും കിഴക്കോട്ടായിട്ടും പസഫിക് ഫലകത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് അകന്നു മാറിയുമാണ് ആര് കാണപ്പെടുന്നത്? വടക്കേ അമേരിക്കൻ ഫലകം കാണപ്പെടുന്നത്. തെക്കേ അമേരിക്കൻ ഫലകം തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡവും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗവും ഉൾപ്പെടുന്നതാണ് തെക്കേ അമേരിക്കൻ ഫലകം എന്ന് അറിയപ്പെടുന്നത്. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡവും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തന്നെ പടിഞ്ഞാറൻ ഭാഗവും കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുന്നതാണ് തെക്കേ അമേരിക്കൻ ഫലകം എന്ന് പറയുന്നത്. പസഫിക് ഫലകവുമായി, പ്രത്യേകിച്ച് നാസ്ക ഫലകവുമായി കൂട്ടിമുട്ടി ആൻഡീസ് പർവ്വതനിര രൂപീകരിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തെക്കേ അമേരിക്കൻ ഫലകമാണ്. ഓർത്തോളനെ, പസഫിക് ഫലകവുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാല് നാസ്ക ഫലകവുമായിട്ട് കൂട്ടുമുട്ടിയിട്ട് ആൻഡീസ് പർവ്വതനിര രൂപീകരിക്കുന്നത് ആരാ? തെക്കേ അമേരിക്കൻ ഫലകമാണ്. പസഫിക് ഫലകം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്ര ഫലകം എന്നറിയപ്പെടുന്നത് പസഫിക് ഫലകമാണ്. ഇനി ചോദിക്കാൻ സാധ്യതയുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്ര ഫലകം എന്നറിയപ്പെടുന്നത് ഏതാ? പസഫിക് ഫലകമാണ്. പസഫിക് സമുദ്രത്തിന്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നത് പസഫിക് ഫലകത്തിലാണ്. പസഫിക് സമുദ്രത്തിന്റെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നത് പസഫിക് ഫലകത്തിലാണ്. റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത ഭൂകമ്പ മേഖലയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ അത് പസഫിക് ഫലകത്തിന്റെ ഭാഗമാണ്. ഓർക്കണം, റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത ഭൂകമ്പ മേഖല ഏതിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ പസഫിക് ഫലകത്തിന്റെ ഭാഗമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡവും ചുറ്റുമുള്ള സമുദ്രഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് ആഫ്രിക്കൻ ഫലകം. വടക്കോട്ടും കിഴക്കോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഫലകം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കൻ ഫലകമാണ്. വടക്കോട്ടും കിഴക്കോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഫലകം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കൻ ഫലകമാണ്. ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകം ഏതാണ്? ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകം. ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഓസ്ട്രേലിയ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നത് ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിന്റെ ഭാഗമായാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഓസ്ട്രേലിയ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂരിഭാഗം എന്നീ ഭാഗങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഏതിലാണ്? ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകത്തിലാണ്. യുറേഷ്യൻ ഫലകവുമായി കൂട്ടിമുട്ടി ഹിമാലയത്തെ ഉയർത്തുന്നതിൽ സജീവമായിരിക്കുന്ന ഫലകം എന്ന് ചോദിച്ചാൽ അത് ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകമാണ് കേട്ടോ. യുറേഷ്യൻ ഫലകവുമായിട്ട് കൂട്ടിമുട്ടിയിട്ട് ഹിമാലയത്തെ ഉയർത്തുന്നതിൽ സജീവമായിരിക്കുന്ന ഫലകം എന്ന് ചോദിച്ചാൽ അത് ഇൻഡോ ഓസ്ട്രേലിയൻ ഫലകമാണ്. അന്റാർട്ടിക്ക ഫലകം അന്റാർട്ടിക്ക ഭൂഖണ്ഡവും ചുറ്റുമുള്ള വലിയ സമുദ്രഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് അന്റാർട്ടിക് ഫലകം എന്ന് പറയുന്നത്. അന്റാർട്ടിക്ക ഭൂഖണ്ഡവും ചുറ്റുമുള്ള വലിയ സമുദ്രഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് അന്റാർട്ടിക് ഫലകം. ഇത് മിക്കവാറും മറ്റ് എല്ലാ പ്രധാന ഫലകങ്ങളിൽ നിന്നും അകന്നു മാറി ഒരു ഫലകമായി സ്ഥിതി ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആണ്. അന്റാർട്ടിക് ഫലകം എന്ന് പറയുന്നത് മറ്റ് എല്ലാ പ്രധാന ഫലകങ്ങളിൽ നിന്നും വിട്ടുമാറിയിട്ട് ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ കാണപ്പെടും. ഇവനെയാണ് അന്റാർട്ടിക് ഫലകം എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ചെറിയ ഫലകങ്ങളാണ്. ഇതിൽ നിന്നാണ് ചോദ്യം വന്നത്. ചെറിയ ഫലകങ്ങൾ. നാസ്ക ഫലകം ഏതാണ്? നാസ്ക ഫലകം തെക്കേ അമേരിക്കൻ ഫലകത്തിനും പസഫിക് ഫലകത്തിനും ഇടയിൽ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് നാസ്ക ഫലകം. തെക്കേ അമേരിക്കൻ ഫലകത്തിനും
പസഫിക് ഫലകത്തിനും ഇടയിലായിട്ട് പസഫിക് മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫലകമാണ് നാസ്ക ഫലകം. ആൻഡീസ് പർവ്വതനിരകളുടെ രൂപീകരണത്തിന് കാരണമായ ഫലകം എന്നറിയപ്പെടുന്നത് നാസ്ക ഫലകമാണ്. ആൻഡീസ് പർവ്വതനിരകളുടെ രൂപീകരണത്തിന് കാരണമായിരിക്കുന്ന ഫലകം എന്നറിയപ്പെടുന്നത് നാസ്ക ഫലകമാണ്. കരീബിയൻ ഫലകം വടക്കേ അമേരിക്കൻ ഫലകത്തിനും ഇടയിൽ കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്നതാണ് കരീബിയൻ ഫലകം. വടക്കേ അമേരിക്കൻ ഫലകത്തിനും തെക്കേ അമേരിക്കൻ ഫലകത്തിനും ഇടയില് കരീബിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഫലകമാണ് കരീബിയൻ ഫലകം. കോക്കസ് ഫലകം പസഫിക് ഫലകത്തിനും വടക്കേ അമേരിക്കൻ ഫലകത്തിനും തെക്കേ അമേരിക്കൻ ഫലകത്തിനും ഇടയിൽ മധ്യ അമേരിക്കയ്ക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നതാണ് കോക്കസ് ഫലകം എന്നറിയപ്പെടുന്നത്. എന്താ കോക്കസ് ഫലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസഫിക് ഫലകത്തിനും വടക്കേ അമേരിക്കൻ ഫലകത്തിനും തെക്കേ അമേരിക്കൻ ഫലകത്തിനും ഇടയിലായിട്ട് മധ്യ അമേരിക്കൻ ഫലകത്തിന് പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഫലകമാണ് കോക്കസ് ഫലകം എന്ന് അറിയപ്പെടുന്നത്. ഫിലിപ്പീൻസ് ഫലകം പസഫിക് ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയില് ഫിലിപ്പീൻസ് ദ്വീപുകൾക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ചെറിയ ഫലകമാണ് ഫിലിപ്പീൻസ് ഫലകം എന്നറിയപ്പെടുന്നത്. പസഫിക് ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയിലായിട്ട് ഫിലിപ്പീൻസ് ദ്വീപുകൾക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ചെറു ഫലകമാണ് ഫിലിപ്പീൻസ് ഫലകം എന്ന് അറിയപ്പെടുന്നത്. അറേബ്യൻ ഫലകം ആഫ്രിക്കൻ ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയില് അറേബ്യൻ ഉപദ്വീപിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ചെറു ഫലകമാണ് അറേബ്യൻ ഫലകം എന്നറിയപ്പെടുന്നത്. ആഫ്രിക്കൻ ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയിലായിട്ട് അറേബ്യൻ ഉപദ്വീപിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഫലകമാണ് അറേബ്യൻ ഫലകം എന്ന് അറിയപ്പെടുന്നത്. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ലോക്തക് തടാകം. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകം ഏതാ? ലോക്തക് തടാകമാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് ലോക്തക് തടാകം. ഏതാണ് ലോക്തക് തടാകം? ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മണിപ്പൂരാണ്. മണിപ്പൂരിൽ തന്നെ മോർ റിയാങ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. മണിപ്പൂരിലെ തന്നെ മോർ റിയാങ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഒഴുകുന്ന തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഒഴുകുന്ന തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. ഇതാണ് പറഞ്ഞത്, തെറ്റിപ്പോവരുതെന്ന്. കാര്യം എന്താണ്? ഈ ലോക്തക് തടാകവുമായി ബന്ധപ്പെട്ട് കുറെ ഒഴുകുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അതിനകത്ത് കൊണ്ടുവന്ന് പോസ്റ്റ് ഓഫീസ് ഇട്ടു കൊടുക്കരുത്. പോസ്റ്റ് ഓഫീസ് എവിടെയാണ് വന്നത്? ആദ്യത്തെ ഒഴുകുന്ന പോസ്റ്റ് ഓഫീസ് അത് ദാൽ തടാകത്തിലാണ്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്ന തടാകം ലോക്തക് തടാകമാണ്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമായ കെയ്ബുൾ ലംചാവോ സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്തക് തടാകമാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം ഏതാ? കെയ്ബുൾ ലംചാവോ ദേശീയോദ്യാനമാണ്. അത് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? അതും ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യ പൊങ്ങിക്കിടക്കുന്ന ലബോറട്ടറി സ്ഥാപിതമായ തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യ പൊങ്ങിക്കിടക്കുന്ന ലബോറട്ടറി സ്ഥാപിതമായ തടാകം ഏതാ? അതും ലോക്തക് തടാകം തന്നെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലോക്തക് തടാകത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ലോക്തക് തടാകം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. മണിപ്പൂരിൽ എവിടെയാ? മോർ റിയാങ് എന്ന് പറയുന്ന പ്രദേശത്താണ്. വടക്കു കിഴക്കൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്നറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഒഴുകുന്ന തടാകം എന്ന പേരിൽ അറിയപ്പെടുന്നത് ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന തടാകം ലോക്തക് തടാകമാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ ഒഴുകുന്ന വാട്ടർ ഹാൻഡ്ലൂം ഹട്ട് നിലവിൽ വന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. ലോകത്തിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനമായ കെയ്ബുൾ ലംചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന തടാകം ചോദിച്ചാൽ അത് ലോക്തക് തടാകമാണ്. ഇന്ത്യയിലെ ആദ്യ പൊങ്ങിക്കിടക്കുന്ന ലബോറട്ടറി സ്ഥാപിതമായ തടാകം ലോക്തക് തടാകമാണ്. ഓർക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ റിലേറ്റഡ് ഫാക്ട്സ് പാർട്ട് 1 നമ്മൾ പറഞ്ഞത്. പാർട്ട് 2 ഉടൻ തന്നെ സുഹൃത്തുക്കളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സുഹൃത്തുക്കൾ അപ്പോൾ വെയിറ്റ് ചെയ്യുക, ഉടൻ തന്നെ അപ്ലോഡ് ആവുന്നതാണ്. ഇത്ര നേരം ഈ വീഡിയോ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.